മുൻ വർഷങ്ങളിലെ പോലെ ബാറ്റർ എന്ന രീതിയിൽ മഹേന്ദ്ര സിംഗ് ധോണിയിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കരുതെന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് പരിശീലകൻ സ്റ്റീഫൻ ഫ്ലമിംഗ്. IPL-ൽ രാജസ്ഥാൻ റോയൽസുമായുള്ള തോൽവിക്ക് ശേഷമായിരുന്നു ഫ്ലമിംഗിന്റെ പ്രതികരണം. മത്സരത്തിൽ ധോണി ഇറങ്ങുന്ന ഘട്ടത്തിൽ 25 പന്തിൽ 54 റണ്ണായിരുന്നു ചെന്നൈക്ക് വേണ്ടിയിരുന്നത്. എന്നാൽ ജയം നേടാനായില്ല. 6 റണ്ണിന് തോറ്റു. ധോണി പഴയ പോലെയല്ല. 10 ഓവർ ഓടിക്കളിച്ച് ബാറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ല. ശരീരത്തിനും കാൽമുട്ടിനുമെല്ലാം കാലത്തിനനുസരിച്ച് മാറ്റം വന്നിട്ടുണ്ട്. മത്സരം മുറുകുന്ന ഘട്ടത്തിൽ അല്പം നേരത്തെ ഇറങ്ങും. അല്ലാത്ത സാഹചര്യങ്ങളിൽ മറ്റു കളിക്കാർക്ക് പിന്തുണയും അവസരവും ഒരുക്കും. ധോണി ഇപ്പോഴും ടീമിന്റെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. നായക മികവും വിക്കറ്റ് കീപ്പിംഗ് കഴിവും മുതൽക്കൂട്ടാണ്, ഫ്ലമിംഗ് വ്യക്തമാക്കി. സീസണിൽ കളിച്ച 3 കളിയിലും വാലറ്റത്താണ് 43-കാരൻ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. ഇതിൽ ആരാധകർ അസ്വസ്ഥരുമായിരുന്നു. രാജസ്ഥാനെതിരെ 12-ാം ഓവറിലാണ് ചെന്നൈക്ക് 4-ാം വിക്കറ്റ് നഷ്ടമായത്. ഈ ഘട്ടത്തിൽ മുൻ ക്യാപ്റ്റൻ ഇറങ്ങിയില്ല. പകരം രവീന്ദ്ര ജഡേജയാണ് എത്തിയത്. 2-ാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ 13-ാം ഓവറിൽ ചെന്നൈക്ക് 6 വിക്കറ്റ് നഷ്ടമായിരുന്നു. ജഡേജയും R. അശ്വിനുമാണ് തുടർന്നെത്തിയത്. ധോണി ഇറങ്ങിയത് 9-ാം നമ്പറിലും.